വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സൈസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തേക്കാമെന്ന് കരുതി. ചെമ്മീൻ റോസ്റ്റും അതുപോലെ ചെമ്മീൻ കൊണ്ടൊരു വട പോലൊരു സെറ്റപ്പൊക്കെ എൻ്റെ അമ്മ ചെയ്യും. ഇന്നൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. പറമ്പിലുള്ളത് പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് കുക്ക് ചെയ്യണത് പ്രത്യേക ഒരു ഫീലാണല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇഞ്ചി എടുക്കാൻ വന്നതാണ്. ഇഞ്ചി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുമുണ്ട്. പക്ഷെ തീർന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉള്ളത് പറിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പറിച്ചപ്പോൾ ഒരുമിച്ചിങ്ങ് പറിച്ചെടുത്തതാണ്. അടുത്ത നമുക്ക് കുറച്ച് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട്. ഇത് നല്ല വെള്ളക്കാന്താരിയാണ്. നല്ല അടിപൊളി എരിവായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ പിന്നെ അതും കുറച്ച് ഞാൻ പറിച്ചെടുത്തു. ഇനി ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ അതും നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. ഒരു 4-5 തണ്ട് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില പൊതുവേ കറിയിൽ ഇട്ടതിന് ശേഷം ആരും അങ്ങനെ കഴിക്കാറില്ല, എടുത്ത് വലിച്ചെറിയാറാണെങ്കിലും കറിവേപ്പില ഇടേണ്ട സ്ഥാനത്ത് ഇടണമല്ലോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ നമ്മൾ പറിച്ച വെള്ളക്കാന്താരി. ഈ ഒരു രൂപത്തിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കാം. അതിനായിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊടികൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാറ്റിൻ്റെയും കണക്ക് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ കൈക്കണക്കനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ആയാലും മതി. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ചെയ്തപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്നോർത്തത്. വേറൊന്നുമല്ല, ഉപ്പ്. അപ്പോൾ ഉപ്പിടാൻ എന്തായാലും മറക്കരുത്. അത് ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഓർമ്മ വന്നപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിലൊരു റെഡ് കളറ് കുറവുണ്ടായിരിക്കും, വേറൊന്നുമല്ല. ഓൾറെഡി കുരുമുളകിനും അതുപോലെ തന്നെ കാന്താരി മുളകിനും നല്ല എരിവുണ്ട്. ഇവിടെ അത്രയ്ക്കധികം എരിവ് കൂട്ടുന്ന ആൾക്കാർ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് മുളക് പൊടി ഞാൻ വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്തേക്കുന്ന ചെമ്മീൻ ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത്. 30 മിനിറ്റിന് ശേഷം എല്ലാം ഇതുപോലെ എണ്ണ ഒഴിച്ച് ഒരു 3 കറിവേപ്പില തണ്ട് ഞാൻ ആദ്യം എണ്ണയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയില്ല. അത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാമെന്നല്ല, എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും കറിവേപ്പിലയുടെ ഒരു 2-3 തണ്ട് നമ്മൾ പാനിലോ അല്ലെങ്കിൽ ഇതുപോലെ ചീനച്ചട്ടിയിലോ ഏതിലാണോ എണ്ണ ഒഴിക്കുന്നത് അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ചെമ്മീൻ ഓരോന്ന് എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവറിനും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതിവിടെ ഇരുന്നിട്ട് ഫ്രൈ ആയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്തുനിന്ന് നല്ല അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് മറിച്ചിടുക. ഞാൻ ഓൾറെഡി ഓരോന്നായിട്ട് ഫോക്ക് വെച്ച് മറിച്ചിട്ടതായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ, എല്ലാം മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ എത്ര ഫ്രൈ ചെയ്താലും ചെമ്മീനിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത് എത്ര മസാല ഉണ്ടെങ്കിലും ചെമ്മീനിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ഒരു നമ്മൾ ആഡ് ചെയ്ത സാധനത്തിന് പുറമെ ചെമ്മീൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.